ആധാറിൻ്റെ നിയമം അനുസരിച്ച് എല്ലാ ആവശ്യങ്ങൾക്കും ആധാറിൻ്റെ ഫിസിക്കൽ കോപ്പി പോലെ തന്നെ ഈ ആധാറും ഒരുപോലെ സാധുതയുള്ളതാണ്. വിവിധ ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് ഈ ആധാറിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവർ ആധാർ കാർഡ് ഫിസിക്കലായിട്ടുള്ള കോപ്പി നമ്മുടെ വീട്ടിൽ വരാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ആധാറിൻ്റെ വെബ്സൈറ്റിൽ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ നമുക്ക് ഈ ആധാർ ഡൗൺലോഡ് ചെയ്യാം. നമസ്കാരം പ്രിയപ്പെട്ടവർ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഈ ആധാറിനെ കുറിച്ചാണ്. എന്താണ് ഈ ആധാർ എങ്ങനെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം, പിന്നെ പാസ്വേഡ് ഒഴിവാക്കിയിട്ട് നമുക്കത് എങ്ങനെ ഉപയോഗിക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ആധാറുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിരവധി വീഡിയോകൾ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും മുകളിൽ ഐ ബട്ടണിലൊക്കെ ആയിട്ട് കൊടുത്തേക്കാം. ആവശ്യമുള്ളവർക്ക് അത് റെഫർ ചെയ്യാവുന്നതാണ്. പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ആധാറിൻ്റെ ഇലക്ട്രോണിക് പതിപ്പാണ് ഈ ആധാർ എന്ന് പറയുന്നത്. UIDയുടെ അതോറിറ്റി ഇത് ഡിജിറ്റലായിട്ട് ഒപ്പുവെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് UIDയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ സാധിക്കും. ആധാർ എന്ന് പറഞ്ഞിട്ടുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട്. അതിൽ നിന്ന് നമുക്ക് ഇത് ഡൗൺലോഡ് ചെയ്തെടുത്ത് ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ആധാറിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഉടൻ തന്നെ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ കയ്യിലുള്ള ആധാറിൻ്റെ ഫിസിക്കൽ കോപ്പി പോലെ തന്നെ ഈ ആധാറും വാലിഡ് ആണോ എന്നുള്ള സംശയം പലർക്കും ഉണ്ട്. ആധാറിൻ്റെ നിയമം അനുസരിച്ച് എല്ലാ ആവശ്യങ്ങൾക്കും ആധാറിൻ്റെ ഫിസിക്കൽ കോപ്പി പോലെ തന്നെ ഈ ആധാറും ഒരുപോലെ സാധുതയുള്ളതാണ്. വിവിധ ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് ഈ ആധാറിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവർ ആധാർ കാർഡ് ഫിസിക്കലായിട്ടുള്ള കോപ്പി നമ്മുടെ വീട്ടിൽ വരാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ആധാറിൻ്റെ വെബ്സൈറ്റിൽ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഈ ആധാർ ഡൗൺലോഡ് ചെയ്തെടുക്കാം. അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ ബ്രൗസറിൽ മൈ ആധാർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പണായി വരുന്ന ആധാറിൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആധാറിൻ്റെ വെബ്സൈറ്റിലേക്ക് വരാം. അവിടെ കാണുന്ന ലോഗിൻ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന പേജിൽ എൻ്റർ ആധാർ, അവിടെ നമ്മുടെ ആധാർ നമ്പർ എൻ്റർ ചെയ്യുക. തന്നിരിക്കുന്ന ക്യാപ്ച തെറ്റാതെ എൻ്റർ എബോ ക്യാപ്ച എന്ന് പറഞ്ഞ ആ കോളത്തിൽ എൻ്റർ ചെയ്യുക. സെൻഡ് OTP കൊടുക്കുക. ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈലിലേക്ക് ഒരു OTP വരുന്നു. ആ OTP എൻ്റർ OTP എന്ന് പറഞ്ഞാൽ അവിടെ എൻ്റർ ചെയ്തിട്ട് നമുക്കത് ലോഗിൻ ചെയ്ത് നമ്മുടെ ആധാറിൻ്റെ അക്കൗണ്ടിലേക്ക് വരാം. സർവീസിനകത്ത് രണ്ടാമത്തെ ഓപ്ഷനായിട്ടുള്ള ഡൗൺലോഡ് ആധാർ ക്ലിക്ക് ചെയ്യുക. ഓപ്പണായി വരുന്ന പേജിൽ കാണാം ഡു യു വാണ്ട് എ മാസ്ക്ഡ് ആധാർ. അപ്പം മാസ്ക്ഡ് ആധാർ വേണ്ടവർ അത് ടിക്ക് ചെയ്ത് കൊടുക്കണം. മാസ്ക്ഡ് ആധാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ ആധാർ പോലെ തന്നെയാണ് ഈ മാസ്ക്ഡ് ആധാർ. മാസ്ക്ഡ് ആധാറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ആധാർ നമ്പറിൻ്റെ അവസാന 4 അക്കങ്ങൾ മാത്രമാണ് കാണാൻ സാധിക്കുക. ബാക്കിയുള്ളതെല്ലാം ഹൈഡ് ആയിരിക്കും. നമ്മുടെ ആധാർ നമ്പർ മിസ്യൂസ് ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. മാസ്ക്ഡ് ആധാർ വേണ്ടവർ അത് ടിക്ക് ചെയ്തതിന് ശേഷം ഡൗൺലോഡ് കൊടുക്കുക. അതല്ലാത്തവർക്ക് നോർമൽ ആധാറാണ് വേണ്ടതെങ്കിൽ താഴെ കാണുന്ന ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക. അടുത്ത പേജിൽ കൺഗ്രാജുലേഷൻ യുവർ ആധാർ കാർഡ് ഹാസ് ബീൻ സക്സസ്ഫുള്ളി ഡൗൺലോഡ് എന്ന് പറഞ്ഞ് കാണാം. നമ്മുടെ സിസ്റ്റത്തിലേക്ക് അത് ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇത് പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആണ്. ഈ PDF ഫയൽ ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ പാസ്വേഡ് കൊടുത്തെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ ഫയൽ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ പാസ്വേഡ് എങ്ങനെയാണ് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടതെന്നുള്ള രീതി അവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പേരിൻ്റെ ആദ്യത്തെ 4 ലെറ്റർ അത് ക്യാപിറ്റലായിരിക്കണം. അതിൻ്റെ കൂടെ ഇയർ ഓഫ് ബർത്ത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതിൻ്റെ എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് വായിച്ചു നോക്കി നമുക്ക് മനസ്സിലാക്കാം. ഞാനവിടെ ഈ ആധാർ ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മളോട് പാസ്വേഡ് ചോദിക്കുന്നുണ്ട്. ആ പറഞ്ഞ രീതിയിലുള്ള ആ പാസ്വേഡ് ഞാനിവിടെ എൻ്റർ ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ ആധാർ ഇവിടെ ഓപ്പൺ ആയി വരും. റൈറ്റ് സൈഡ് കോർണറിൽ കാണാം ഡൗൺലോഡും പ്രിൻറ്റിൻ്റെ ഓപ്ഷൻ കാണാം. ഇവിടുന്ന് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫയൽ എപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യണമെങ്കിലും ഇതിന് പാസ്വേഡ് നമ്മളൊരു ചോദിക്കും. ഇനിയിപ്പോൾ ഈ പാസ്വേഡ് ഒഴിവാക്കിയിട്ട് നമുക്കിത് സേവ് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് അവിടെ പ്രിൻറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന പേജിൽ ആ ഡെസ്റ്റിനേഷനിൽ അവിടെ ഒരു ഡ്രോപ്പ് ഡൗൺ ആരോ കൊടുത്തിട്ടുണ്ട്. അവിടെ ആദ്യം പ്രിൻ്റർ കാണാം, രണ്ടാമത് സേവ് ആസ് PDF എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ കാണാം. അത് സെലക്ട് ചെയ്ത് സേവ് കൊടുക്കുക. ഇങ്ങനെ ഈ ഫയൽ നമ്മുടെ സിസ്റ്റത്തിലേക്ക് സേവ് ആക്കാനായിട്ട് സാധിക്കും. ഈ സെയിം പ്രൊസീജിയറിലൂടെ പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഏത് ഫയലും നമുക്ക് പാസ്വേഡ് ഒഴിവാക്കിയിട്ട് സിസ്റ്റത്തിലേക്ക് സേവ് ആക്കി ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് വിചാരിക്കുന്നു. വീഡിയോയെക്കുറിച്ചുള്ള സംശയങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുമെന്ന് വരുന്നു. പുതിയൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കായിട്ട് കാണാം. അതുവരെ ടേക്ക് കെയർ.